ഹലോ ഗൈസ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വേണ്ടിട്ട് പോകുന്നത് ഇന്നലത്തെ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ്. ഇന്നലത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അതായത് പ്രഗ്നൻസി സ്റ്റോറിയും അതുപോലെ തന്നെ ഞാൻ എങ്ങനെയാണ് സ്പിരിച്വലി പ്രഗ്നൻസി പ്രിപ്പയർ ചെയ്തത് എന്നതിനെ പറ്റിയിട്ടാണ്. ആദ്യമായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് അനറ്റ് മേരി. ഞാൻ അയർലൻഡിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. നമ്മുടെ ഈ ഒരു ചാനലിൽ ഞാൻ മെയിൻ ആയിട്ടും സ്പിരിച്വൽ ലൈഫ് കോണ്ടന്റ്സ് ഇടാറുണ്ട്. അതുപോലെ കുക്കിംഗ് വ്ലോഗ്സ് ഇടാറുണ്ട്, ഇടയ്ക്ക് ഡാൻസ് ഒക്കെ കളിച്ചിടാറുണ്ട്. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമുള്ള റിക്വസ്റ്റ് പ്രകാരമുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഇടാറുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ എല്ലാ ദിവസവും നാട്ടിലെ ടൈം വൈകിട്ട് 5:30 വീഡിയോ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പൊ ഇന്നലെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഡെയിലി പരിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു പ്രഗ്നൻസി ടൈം പീരീഡ് ത്രൂ ഔട്ട് എന്ന്. അപ്പം ഞാൻ പ്രഗ്നന്റ് ആവുന്നതിന് ഒരു 6 മാസം മുന്നേ തന്നെ, ഒരു 1 ഇയർ മുന്നേ തന്നെ ഡെയിലി കുർബാനയ്ക്ക് ഞാൻ പോകുന്നുണ്ടായിരുന്നു. കുർബാന ഞാൻ എന്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്ന ഒരാളാണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ കുർബാന എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന പോലെയാണ് പരിശുദ്ധ കുർബാന എനിക്ക്. അപ്പൊ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഞാൻ പരിശുദ്ധ കുർബാനയ്ക്ക് കൊടുക്കുന്ന ഒരാളാണ്. അത് വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ നമുക്ക് കോവിഡിന്റെ സമയത്തൊക്കെ എനിക്ക് ജസ്റ്റ് മിസ്സായി പോയി, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു ഡെയിലി കുർബാനയ്ക്ക് പോകുന്നത്. പക്ഷെ ആ ഒരു കോവിഡ് ടൈം പീരീഡിലാണെങ്കിൽ പോലും ഞാൻ ഓൺലൈൻ കുർബാന കൂടുമായിരുന്നു. എന്നിട്ട് അതിൽ ആത്മാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരു പോർഷൻ പ്രാർത്ഥനയായിട്ടുണ്ട്. സോ അത് ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നു. അങ്ങനെ ആത്മീയമായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഈ പ്രഗ്നൻസി ടൈം പീരീഡിൽ 6 മാസം പ്രീ പ്രഗ്നൻസി ടൈം പീരീഡിൽ എനിക്ക് ഡെയിലി കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയ്ക്ക് ഡെയിലി പോകാൻ പറ്റുന്നത് വലിയ കൃപയാണ്. എല്ലാവർക്കും അത് പോസിബിൾ ആകണമെന്നില്ല. നമ്മൾ ഒത്തിരി 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 ആഗ്രഹിക്കണം. എന്നാലും മാത്രമേ നമുക്ക് ഈ ഒരു സംഭവത്തിലേക്ക് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. പരിശുദ്ധ കുർബാനയ്ക്ക് ഡെയിലി പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന്റെ കൃപ നമ്മുടെ ലൈഫിൽ ശരിക്കും അനുഭവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് ഫസ്റ്റ് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വോമിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡെയിലി ഒരു 10-12 തവണ വോമിറ്റ് ചെയ്ത ദിവസങ്ങളുണ്ട്. അപ്പൊ ഈ വോമിറ്റിംഗ് കൂടി രാവിലെ വെളുപ്പിന് 5:30 വരെ ഞാൻ വോമിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. നമുക്ക് ഇനി ഉറങ്ങാൻ പറ്റത്തില്ല, ഉറക്കത്തിന്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് വോമിറ്റ് ചെയ്യും. ഇനി ഫുഡിനെ പറ്റിയിട്ട് ഇപ്പൊ നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കാനും പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല, ഫോട്ടോ കാണാൻ പോലും പറ്റില്ല. അതിന്റെ ഫോട്ടോ കണ്ടാൽ ഞാൻ വോമിറ്റ് ചെയ്യും, അതിന്റെ സ്മെല്ല് കേട്ട വോമിറ്റ് ചെയ്യും, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് കേട്ട വോമിറ്റ് ചെയ്യും. അത്രത്തോളം ഹൊറിഫിക് ആയിരുന്നു എന്റെ ആ ഒരു പ്രഗ്നൻസിയിലെ ആ ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഡെയിലി കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യത്തില്ല. നമുക്ക് തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിലും കുറച്ച് നടക്കാനുള്ള ദൂരമല്ല, ചിലപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ചു പോകേണ്ടി വരും. അപ്പം ഓഫുള്ള ദിവസങ്ങളിൽ ഹസ്ബൻഡായിരുന്നു എന്നെ കൊണ്ടാക്കിക്കൊണ്ടിരുന്നത് കുർബാനയ്ക്കായിട്ട്. പക്ഷെ അല്ലാത്ത ദിവസങ്ങളിൽ എനിക്ക് വണ്ടി ഓടിച്ചു പോകാൻ പറ്റത്തില്ല. എനിക്ക് വണ്ടിയില്ല, ഞങ്ങൾക്കൊരു വണ്ടിയേ ഉള്ളൂ. പിന്നെ എനിക്കത് വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു. അപ്പം എന്റെ ഡ്യൂട്ടി ടൈം 12 hours ഷിഫ്റ്റ് ആണ് വരുന്നത്. അപ്പൊ എന്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി സമയത്ത് എനിക്ക് കുർബാന മിസ്സാവത്തില്ല. കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലില് പരിശുദ്ധ കുർബാന എന്നും ഉണ്ട്. അപ്പൊ എന്നും കുർബാന അർപ്പിക്കുന്ന ഹോസ്പിറ്റലാണ് ഞങ്ങളുടെ. ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, പ്രൈവസി റീസൺസ് കൊണ്ട്. സോ എന്നും ഉച്ചയ്ക്ക് എനിക്ക് ബ്രേക്ക് ടൈം രാവിലെ 1/2 hour ബ്രേക്ക് ഉണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ഉണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ലഞ്ച് ടൈം നമുക്കൊരു 1 hour ബ്രേക്ക് വരുന്നുണ്ട്. അപ്പൊ ഈ 1 hour ബ്രേക്കിന്റെ ടൈമിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്റെ ബ്രേക്കിന്റെ ഒരു 1 hour 1/2 hour പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുവായിരുന്നു. ബാക്കി 1/2 hour ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നത്. അപ്പൊ അത് ഇപ്പൊ എനിക്ക് ആ ബ്രേക്ക് ടൈമിൽ പോകാനുള്ള സമയത്തല്ല എനിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കൊളീഗ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് ആ ഒരു ടൈം ബ്രേക്ക് ആക്കിയിട്ട് എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുമായിരുന്നു. പിന്നെ പ്രഗ്നന്റ് ആയിരുന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാർഡിൽ പ്രയോറിറ്റി തരുമായിരുന്നു. അതായത് ഫസ്റ്റ് ബ്രേക്ക് പ്രഗ്നന്റ് ആയവർക്ക് കൊടുക്കുമായിരുന്നു. കാരണം നമുക്ക് വിശക്കുമല്ലോ, കുഞ്ഞു വയറ്റിലുള്ളതല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പ്രയോറിറ്റി തരുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ബ്രേക്ക് കിട്ടുമായിരുന്നു. അപ്പൊ ഫസ്റ്റ് ബ്രേക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പരിശുദ്ധ കുർബാന ഡെയിലി കൂടുമായിരുന്നു. ഇനി ഓഫുള്ള ദിവസങ്ങളിലും ഈ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു വോമിറ്റിംഗ് സിവിയർ ആകുന്നതിന് മുന്നേ വരെ എനിക്ക് ഡെയിലി കുർബാനയ്ക്ക് ഓഫുള്ള ദിവസം പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ അല്ലാത്ത ദിവസങ്ങളിൽ ഈ വോമിറ്റിംഗ് കൂടി ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പോകുന്ന വഴിക്കൊക്കെ ഞാൻ വോമിറ്റ് ചെയ്തു. ഒരു ദിവസം ഞാൻ ഈ പള്ളിയിൽ പോകുന്ന വഴിക്കൊരു കനാലുണ്ട്. അപ്പൊ അവിടെ പോയി ഞാൻ വോമിറ്റ് ചെയ്തു. മീൻസ് എന്റെ കയ്യിൽ സിക്ക് ബാഗ് എപ്പോഴും, നമുക്കൊരു ബാഗ് ഉണ്ട്, സിക്ക് ആവുമ്പോൾ വോമിറ്റ് ചെയ്യുന്ന ഒരു ബാഗ്, വോമിറ്റിംഗ് ബാഗ് ഉണ്ട്, ഹോസ്പിറ്റലിൽ തരുന്നതാണ്. അപ്പൊ അതെന്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. എവിടെ പോയാലും ഞാൻ വണ്ടിയുടെ സൈഡിലും വീടിന്റെ മൂലയ്ക്കും കയത്തും ദൂരത്തൊക്കെ ഈ സിക്ക് ബാഗ് നിറച്ചു വെക്കും. കാരണം ഞാൻ എപ്പോഴാണ് വോമിറ്റ് ചെയ്യുന്നത് പറയാൻ പറ്റില്ല, അത്ര വോമിറ്റിംഗ് ആയിരുന്നു എനിക്ക്. അപ്പം ഈ ബാഗ് എടുത്ത് നമ്മളുടെ ബാഗിൽ ഇട്ടിട്ട് ഞാൻ പോകുമായിരുന്നു പള്ളിയിൽ.
അങ്ങനെ പോകുന്ന വഴിക്ക് എത്ര പയ്യെങ്കിലും ഞാൻ പോവുമായിരുന്നു പരിശുദ്ധ കുർബാനയ്ക്ക്. അത്ര എനിക്ക് പറ്റില്ലായിരുന്നു കുർബാന ഇല്ലാണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു സിപ്പ് ബാഗുമായിട്ട് നമ്മളുടെ ബാഗിൽ ഇട്ടിട്ട് പോകുമ്പോൾ അവിടുത്തെ ഒരു പള്ളിയുടെ അടുത്തൊരു കനാലുണ്ട്. ആ കനാലിന്റെ അവിടെ പോയി ഞാൻ ഛർദ്ദിച്ചു. കാരണം അന്ന് എന്റെ കയ്യിൽ ബാഗ് ഇല്ലായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ബാഗ് വോമിറ്റിംഗ് ചെയ്ത് തീർന്നു ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാനാണെങ്കിൽ ഓർത്തു ദൈവമേ എനിക്കിനി പറ്റില്ലാത്തൊരവസ്ഥ എത്തി. പരിശുദ്ധ കുർബാന എനിക്ക് പോയി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ എത്തി. കാരണം ഞാൻ വീണ് പോവും. പക്ഷെ എനിക്ക് പോകാണ്ടിരിക്കാനും പറ്റില്ല. ഞാൻ ഭയങ്കര സങ്കടപ്പെടുക. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട് പ്രഗ്നൻസി ഡെയിലി കുർബാനയ്ക്ക് പോകണമെന്നുള്ളത്. ഒരു ദിവസം പോലും മിസ്സാക്കാണ്ട് പോകണം എന്നുള്ളത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടപ്പോൾ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കണേ, നീ ഒത്തിരി എഫേർട്ട് ഇടുന്നുണ്ടല്ലോ, നീ എന്താ ഓൺലൈൻ കുർബാന കൂട്. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി നമുക്ക് 12 hours ഷിഫ്റ്റ് ഉണ്ട്. ആഴ്ചയിൽ 3 ദിവസം എന്തായാലും അവിടെ എനിക്ക് കുർബാനയ്ക്ക് കൂടാൻ വേണ്ടി പറ്റും. ഡ്യൂട്ടിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ കുർബാനയ്ക്ക് പോകും കേട്ടോ. പക്ഷെ ഓഫുള്ള ദിവസങ്ങളിൽ എനിക്ക് പറ്റാത്ത സാഹചര്യത്തിൽ, ഇങ്ങനെ വോമിറ്റിംഗ് കാരണം, സിവിയർ വോമിറ്റിംഗ് കാരണം പറ്റാത്ത സാഹചര്യത്തിൽ കുറച്ച് കുർബാന എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ദിവസങ്ങളിൽ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം, ഓൺലൈനായിട്ട് പരിശുദ്ധ കുർബാന കൂടും. എന്നിട്ട് ആത്മാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നൊരു പ്രാർത്ഥന അതിലുണ്ട്. സോ അത് ഞാൻ ചൊല്ലുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഇങ്ങനെ ഹോളി മാസ് മിസ്സാക്കാണ്ട് അറ്റൻഡ് ചെയ്തത്. ഒരു ദിവസം പോലും മിസ്സായിട്ടില്ല. അതായത് പരിശുദ്ധ കുർബാന പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ മാക്സിമം പോകും. ഒട്ടും വയ്യാത്ത ദിവസങ്ങളിൽ ഞാനിങ്ങനെ തളർന്ന് കുത്തിക്കിടക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓൺലൈൻ കുർബാന കൂടുമായിരുന്നു. കാരണം നമ്മൾ ആ പരിശുദ്ധ കുർബാനയുടെ കൃപ എന്ന് പറയുന്നത് ചെറുതല്ല, അത് വലിയ കൃപയാണ്. അത് വയറ്റിലുള്ള കുഞ്ഞിനും കിട്ടും, അതുപോലെ തന്നെ നമുക്കും കിട്ടും. പരിശുദ്ധാത്മാവിന്റെ ഒരു ഭയങ്കര അഭിഷേകം കിട്ടുന്ന ഒരു ശുശ്രൂഷയാണ് പരിശുദ്ധ കുർബാന. അത് എത്രത്തോളം ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഒന്ന് പരിശുദ്ധ കുർബാന പ്രണയിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് വേറെ ഒന്നും ഭൂമിയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷൻ വരും. കാരണം അത്രത്തോളം നമ്മളെ തമ്പുരാനോട് ചേർത്ത് വെക്കുന്ന ഒരു കൂദാശയാണ് പരിശുദ്ധ കുർബാന. പിന്നെ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം, ഞാൻ കുമ്പസാരിക്കുമായിരുന്നു. അതായത് ഫ്രീക്വന്റ്ലി, അതായത് ചിലപ്പോൾ ഞാനൊരു 4 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും, ചിലപ്പോൾ ഒരു 5 ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കും. അങ്ങനെ എപ്പോഴും കുമ്പസാരിക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾ വിചാരിക്കും കുമ്പസാരിക്കാൻ മാത്രം എന്ത് പാപമാണ് ചെയ്യുന്നതെന്ന്. പാപം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കാൻ നമുക്ക് മാരക പാപങ്ങൾ ചെയ്യണമെന്നൊന്നും ഇല്ല. ഞാനിങ്ങനെ എന്റെ ചിന്തകളിൽ പോലുള്ള പാപങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എന്റെ വഴിയിലുള്ള ഒരാള് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ കാറിൽ പോകുമ്പോൾ ഒരു ഓപ്പോസിറ്റ് ഉള്ള ആള് തെറ്റായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടിക്ക് ഓപ്പോസിറ്റിൽ വന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള റൂട്ടിൽ ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ഒരു തോട്ടില്ലേ, അയാൾ എന്ത് മനുഷ്യനാ, അയാൾ എന്താ ചെയ്തത് എന്നാ ഒരു തോട്ടില്ലേ. സോ ആ തോട്ടൊക്കെ പാപമാണ്. നമ്മളങ്ങനെ തെറ്റായിട്ട് മനസ്സിനെ കുറിച്ച് വിചാരിക്കുന്നത് പാപമാണ്. നമ്മുടെ പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ ചിന്തകളിൽ കൂടെ നമ്മൾ പാപം ചെയ്യും. അപ്പൊ ഞാൻ മാക്സിമം എന്റെ നാവിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് നാവ് കൊണ്ട് കുറ്റം പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ മാക്സിമം ഒന്നും ആരെക്കുറിച്ചും പറയാണ്ടിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ത്രൂ ഔട്ട് പ്രഗ്നൻസി. അത് മാത്രമല്ല ഈ ഇങ്ങനെ നമ്മളെ മനസ്സിൽ ചിന്തകളിലൂടെ വരുന്ന പാപങ്ങളില്ലേ, അതും കൂടെ ഞാൻ മാക്സിമം വരുമ്പോ തന്നെ, നമ്മള് ചിന്തകളിൽ വന്ന് പോകും പാപം. സോ അങ്ങനെ വരുമ്പോൾ തന്നെ ഞാൻ കൂടെ കുമ്പസരിച്ച് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. നമുക്ക് അങ്ങനെ എഫേർട്ട് എടുത്താലും മാത്രമേ നമുക്ക് മാക്സിമം വിശുദ്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ വിശുദ്ധമായിട്ട് ജീവിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ത്രൂ ഔട്ട് പ്രഗ്നൻസി പീരീഡിൽ. സോ ആ ഒരു പോയിന്റ് എനിക്ക് ഇന്നലെ പറയാൻ വേണ്ടി പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് പറയണം തോന്നി. അപ്പൊ ഈ ഒരു പ്രഗ്നൻസി ജേർണി നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യേണ്ട കാര്യം, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന മാക്സിമം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കൂടെ കുമ്പസാരിക്കുക. മാക്സിമം പാപം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു മാറുക. വഴക്കുണ്ടാക്കാണ്ടിരിക്കുക, റേസ് ചെയ്യാണ്ടിരിക്കുക. ശബ്ദമൊക്കെ റേസ് ചെയ്യുമ്പോൾ വയറ്റിലുള്ള കുഞ്ഞിനെ അത് ബാധിക്കും. സോ അതൊക്കെ നിങ്ങൾ മാക്സിമം നോക്കുക. പിന്നെ എപ്പോഴും തമ്പുരാനോട് ചേർന്ന് നിൽക്കുക. നമ്മുടെ ചിന്തകളിലും സംസാരത്തിലൊക്കെ കൂടുതലായിട്ടും ദൈവത്തിന്റെ ഒരു ഇടപെടലുകൾ ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഒരു പെരുമാറ്റം. നമ്മുടെ ചിന്തകളും നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ പേഴ്സണൽ പ്രെയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ പ്രെയർ മാക്സിമം നിങ്ങൾ ഒരു 10 മിനിറ്റെങ്കിലും കുറച്ച് സമയം നിങ്ങൾ ദൈവമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. എന്നിട്ട് ഇന്നെന്തൊക്കെ സംഭവിച്ചെന്ന് സംസാരിക്കുക. ഒരു ഫ്രണ്ടിനെ പോലെ സംസാരിക്കുക. ദൈവം എന്താ പറയുന്നതെന്ന് അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഒരു വചനമൊക്കെ എടുക്കുക, അതിനെക്കുറിച്ച് എഴുതുക, അതിനെക്കുറിച്ച് ധ്യാനിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. പേഴ്സണൽ പ്രെയറിന്റെ റൂട്ടീൻ ഞാൻ ചെയ്യാം, വീഡിയോ ആയിട്ട് ചെയ്യാം. എനിക്ക് കുറച്ച് വീഡിയോസ് പെൻഡിങ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് ചെയ്ത് തീർത്തിട്ട് വേണം പേഴ്സണൽ പ്രെയർ ഞാൻ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ള കാര്യം ചെയ്യാനായിട്ട്. ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉപകാരപ്പെടും. സോ ഇതൊക്കെയാണ് ഞാൻ ചെയ്തിരുന്നൊരു കാര്യം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസ് റിലേറ്റീവ്സിനും ഇങ്ങനത്തെ കുട്ടി ചാനൽ എന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. പിന്നെ ഒരു കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ എല്ലാ ദിവസവും വൈകിട്ട് 5:30 നാട്ടിലെ ടൈം
വീഡിയോ ഉണ്ടായിരിക്കും. നിങ്ങൾ മറന്നു പോയിട്ട് എങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എന്തായാലും ചാനലിൽ വീഡിയോ ഉണ്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് കയറി കാണുക. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോസ് പിന്നെ ചെയ്യാനൊരു പ്രചോദനം. സോ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പൊ അത്ര ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കണ്ട ബെല്ലൈക്കൻ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പൊ കിടിലൻ വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം. അതുവരേക്ക് ടാറ്റ, ടേക്ക് കെയർ ആൻഡ് ദിസ് സൈൻ ഓഫ്.